ബിഗ് ബഡ്ജറ്റ് സിനിമ വരുന്നു. നമ്മുടെ അറ്റ്ലി ബൈ ഡയറക്ഷനിൽ വരുന്ന സൽമാൻ ബൈ കമൽഹാസൻ രജനീകാന്ത് സിനിമേന്റെ അപ്ഡേറ്റ്. അതുപോലെ തന്നെ പുഷ്പ സിനിമയുടെ ടീം കേരളത്തിലോട്ട് വരികയാണ്. സിനിമയുടെ രണ്ടാം ഭാഗത്ത് ഐറ്റം സോങ് എന്ന റിലീസിന് വരികയാണ്. തീയതി പുറത്തിട്ടിരിക്കുകയാണ്. നമ്മുടെ മഹേഷ് അണ്ണൻ സിനിമേന്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ കാസ്റ്റ് അതുപോലെ തന്നെ സിനിമേന്റെ സ്റ്റോറിനെ കുറിച്ചും. നമ്മുടെ ജിത്തു മാധവൻ ലാലേട്ടൻ സിനിമ വരാൻ പോവുകയാണ് ഉടൻ തന്നെയായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന നമ്മുടെ അജിത് അണ്ണന്റെ സിനിമേന്റെ ഭാഗത്ത് ഒരു വമ്പൻ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന കർണ സിനിമേന്റെ അപ്ഡേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ പൂജ ഹെജ് കോംബോ വരികയാണ്. എന്തായാലും ആദ്യ അപ്ഡേറ്റിലൂടെ തന്നെ പോകാൻ നിമിഷമില്ലാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ സൂര്യ അണ്ണന്റെ കൺകുവ സിനിമേന്റെ 12 മിനിറ്റ് ട്രിം ഔട്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സിനിമയിലെ കുറേ സൗണ്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. തിയേറ്ററുകളിൽ ചിലയിടത്ത് നല്ല വമ്പൻ സൗണ്ട് വരുന്നു എന്ന് അതൊക്കെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ വേർഷൻ തിയേറ്റർ റിലീസിൽ വന്നിരിക്കുകയാണ്. എന്തായാലും ഇത്രയും സ്ഥിതിക്ക് ഇപ്പൊ പടത്തിന്റെ ഓൾമോസ്റ്റ് ഫൈനൽ റണ്ണിലോട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തുനിന്നും സിനിമ വാനിഷ് ഔട്ട് ആവുന്ന കാഴ്ച കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമേന്റെ ഡയറക്ടറും സിനിമേന്റെ പ്രൊഡ്യൂസറും സെക്കൻഡ് പാർട്ട് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ സൂര്യണ്ണനെ സിനിമ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ശിവാണ്ണന്റെ സൂര്യ ആയിട്ടുള്ള പണ്ണല് കഴിഞ്ഞ ശേഷം അജിത് അണ്ണനായിട്ട് പണ്ണാൻ പോവുകയാണ് 64ാമത്തെ സിനിമയിലെ. നമ്മുടെ അജിത് കുമാർ അതുപോലെ തന്നെ ശിവ ടീമായിട്ട് വരുന്ന സിനിമയുടെ ഷൂട്ട് ഏപ്രിൽ മാസമാണ് അടുത്ത വർഷം ആരംഭിക്കാൻ പോകുന്നത്. ഈ വർഷം ഒരു വർഷാവസാനമായിരിക്കും പടത്തിന്റെ കംപ്ലീറ്റ് ഷൂട്ട് അവര് നിർത്താൻ പോകുന്നത്. 5ാമത്തെ സിനിമയായിരിക്കും നമ്മുടെ അജിത് അണ്ണനായിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ ശിവ ടീമിൽ വരുന്ന സിനിമ നമ്മുടെ ഗണവേൽ രാജ് ആയിരിക്കും ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. നമ്മുടെ ഗ്രീൻ സ്റ്റുഡിയോസ്. കാത്തിരിക്കും നമുക്ക് അജിത് അണ്ണന്റെ 64ാമത്തെ സിനിമ എന്ത് പാസമാണ് വരാൻ പോകുന്നത് എന്ന്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ വരാൻ പോകുന്ന സൂപ്പർ ഹീറോ സിനിമയാണ് പറക്കും പപ്പൻ എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ ഭാഗത്ത് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമേൻ്റെ ഭാഗത്ത് ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഗോകുലം മൂവീസും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ദിലീപ് ഏട്ടൻ്റെ പറക്കും പപ്പൻ എന്ന സിനിമ. റാഫിയൊക്കെയാണ് സിനിമേൻ്റെ ഡയറക്ഷനും സംവിധാനവും ചെയ്യുന്നത്. കാത്തിരിക്കും നമുക്ക് സിനിമയിലെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. നമ്മുടെ വിപിൻ ദസ് നിർമ്മിക്കുന്ന വമ്പൻ സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ റൈറ്ററും ഡയറക്ടറും നമ്മുടെ വിപിൻ എസ് ആണ് ചെയ്യുന്നത്. സിനിമയുടെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ അൻസരരാജൻ അതുപോലെ തന്നെ ജോമോൻ അതുപോലെ തന്നെ സിജു സന്നിയൊക്കെയാണ്. കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ നല്ലൊരു അപ്ഡേറ്റിനായിട്ട്. നമ്മുടെ രജനികാന്ത് അതുപോലെ തന്നെ മെഗാസ്റ്റർ മമ്മൂക്ക എന്നിവരൊക്കെ അഭിനയിച്ച സിനിമയാണ് തലപതി എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. രജനികാന്തിന്റെ ബർത്ത്ഡേൻ്റെ അന്നായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബിഗ്ഗസ്റ്റ് ആയ ഒരു സ്ക്രീൻ കൗണ്ടിലായിരിക്കും സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. മണിരത്നമായിരുന്നു ഈ സിനിമ ഡയറക്ഷൻ ചെയ്തത്. ഇളയരാജയായ സിനിമയിൽ അന്ന് ഗാനങ്ങൾ തയ്യാറാക്കിയത്. കാത്തിരിക്കും നമുക്ക് ഈ പടത്തിന്റെ റിലീസിനായിട്ട്. നമ്മുടെ ധനുഷ്, രശ്മിക മന്ദാന, നാഗാർജുന എന്നിവരൊക്കെ അഭിനയിച്ച പുതിയ സിനിമയാണ് കുബേര എന്ന് പറഞ്ഞ സിനിമ. ശരിക്കും സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഗ്ലിംസ് പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിട്ട്. DSP അണ്ണനാണ് സിനിമയിലെ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു ഗാനങ്ങൾ തന്നെയാണ്. ശേഖറാണ് സിനിമയ്ക്ക് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കുബേര സിനിമേന്റെ ഫസ്റ്റ് ഗ്ലിംസ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ സിനിമയെ കുറിച്ച് യാതൊരു രീതിയിൽ ഒരു ഐഡിയ തരുന്നില്ലെങ്കിലും പെട്ടെന്ന് ഓരോ ക്ലിപ്സ് പോലെ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ധനുഷിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമയ്ക്ക് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് സിനിമാറ്റിക് യൂണിവേഴ്സ് നടക്കത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോൾ സിനിമ ഷൂട്ട് തുടങ്ങിയിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ കുറച്ച് ഇൻസ്റ്റഗ്രാം റീൽ ടീമും കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയുടെ കാസ്റ്റായിട്ട്. മെയ് മാസം 2025 ആയിരിക്കും സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കുന്ന നമുക്ക് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞൊരു കോമഡി മൂവിക്കായിട്ട്. ആട് സിനിമയുടെ ഷൂട്ടിനെ കുറിച്ച് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ആട് സിനിമയുടെ 3ാം ഭാഗത്തിനെ കുറിച്ച്. ജയസൂര്യ, വിജയ് ബാബു, മിഥുൻ വാനിൽ, തോമസ് കോംബോ നമുക്കറിയാലോ. 3ാം ഭാഗത്തിന്റെ ഷൂട്ട് 2025 ഏപ്രിൽ മെയ് മാസമായിരിക്കും തുടങ്ങാൻ പോകുന്നത്. കാന്താര സിനിമയുടെ 2ാം ഭാഗമാണ് കാന്താര ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമ. ഋഷഭ് ഷെട്ടിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. ആ സിനിമയുടെ 2ാം ഭാഗത്തിന് റിലീസിന് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി 2025 ഒക്ടോബർ മാസമാണ് കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ 2ാം തീയതിയാണ് സിനിമയുടെ റിലീസ് വരുന്ന തിയേറ്ററുകളിൽ. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. നമ്മുടെ നയൻതാരയുടെ ബർത്ത്ഡേ പ്രമാണിച്ചൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെയായ പുതിയ സിനിമയുടെ നയൻതാരയുടെ രാഖിയ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ടൈറ്റിൽ ടീസർ പുറത്തു വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5 മില്യൺ വ്യൂസ് ആണ് പെട്ടെന്ന് നേടിയെടുത്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായിട്ട്. ഗോവിന്ദ് വസന്താണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. മെയ്യഴകൻ സിനിമയിലെ മ്യൂസിക് കമ്പോസർ. ഡയറക്ഷൻ പുതിയൊരു ഡെബ്യൂട്ടായ ഡയറക്ടറാണ്, സെന്തിലാണ് ചെയ്യുന്നത്. ഒരു ഹൈ ബഡ്ജറ്റ് പീരിയഡ് ആക്ഷൻ ഫിലിമാണ് കാണാൻ സാധിക്കുന്നത്. നയൻതാര ഒറ്റയടിക്ക് എല്ലാവരും വെട്ടിക്കൊല്ലുന്നുണ്ട്.
ടൈറ്റിൽ ടീസർ കണ്ടവർക്ക് അത് കത്തും. സൂര്യ 44 എന്ന സിനിമയ്ക്ക് ശേഷം പിന്നെ എക്സ്പെക്ടേഷൻ ഉള്ള മറ്റൊരു സിനിമയാണ് സൂര്യൻ്റെ 45ാമത്തെ സിനിമ. സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ട് അടുത്ത ആഴ്ച ഡിസംബർ മാസം ആരംഭിക്കാൻ പോവുകയാണ്. കോയമ്പത്തൂരിൽ വെച്ചിട്ടായിരിക്കും സിനിമയുടെ ആദ്യ ആഴ്ചത്തെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിലെ ഷൂട്ട്. തൃശ്ശയായിരിക്കും സിനിമയിൽ നായികയായിട്ട് വരാൻ പോകുന്നത്. AR റഹ്മാനാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. ഇതുവരെയുള്ള അപ്ഡേറ്റ് അനുസരിച്ച് ഒരു കൊമേഴ്ഷ്യലായ ഒരു എൻ്റർടൈനർ ആയിരിക്കും സിനിമയുടെ പ്ലോട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഭക്തി ഉണ്ടാവും സിനിമയിൽ. നമ്മുടെ ഡ്രീം വാരിയർ പിക്ചേഴ്സ് ആയിരിക്കും സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. സിനിമയുടെ റൈറ്റർ വേറെ ആരുമില്ല, നമ്മുടെ സർപ്പട്ട പാരമ്പര്യം, അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ, തങ്കൽ എന്നീ സിനിമകളുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഈ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത്. അതുപോലെ തന്നെ RJ ബാലാജിയാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. എന്തായാലും നല്ല എക്സ്പെക്ടേഷനാണ് സൂര്യ 45 എന്ന സിനിമയ്ക്ക്. കാത്തിരിക്കാം നമുക്ക് സിനിമ ഷൂട്ടിനായിട്ട്. നമ്മുടെ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് ഫാമ എന്ന് പറഞ്ഞ വെബ് സീരീസ്. നമ്മുടെ ഡയറക്ഷൻ ചെയ്യുന്നത് ബൈ PR അരുണാണ് ചെയ്യുന്നത്. സിനിമ വേൾഡ് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യയിൽ. ഈ വരുന്ന 27-ാം തീയതി നവംബർ ആയിരിക്കും 4:45 അത് ഗോവയിൽ വെച്ചിട്ട് PVRൽ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് ഫാമ എന്ന ഒരു വെബ് സീരീസ് സ്ട്രീമിങ്. കാത്തിരിക്കും നമുക്ക് ആ ഒരു കിടിലൻ സ്ട്രീമിങ്ങിനായിട്ട്. എന്തായാലും സിനിമേൻ്റെ ടെലിവിഷൻ പ്രീമിയർ അവകാശം അല്ലെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് മേടിച്ചിരിക്കുന്നത് സീരീസ് പ്രദർശനത്തിനായിട്ട്. കുഞ്ചാക്ക ബോബൻ്റെ അടുത്ത സിനിമയെ കുറിച്ച് അപ്ഡേറ്റ് വിളിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് അനുസരിച്ച് ഗരുഡൻ സിനിമ ഡയറക്ടറായ അരുൺ വർമ്മയായിരിക്കും നമ്മുടെ കുഞ്ചാക്ക ബോബൻ്റെ അടുത്ത സിനിമയുടെ ഡയറക്ടർ കാണാൻ സാധിക്കുന്നത്. സിനിമ നിർമ്മിക്കാൻ പോകുന്ന മാജിക് ഫ്രെയിംസ് ആയിരിക്കും. കാത്തിരിക്കാൻ നമുക്ക് കുഞ്ചാക്ക ബോബൻ അരുൺ വർമ്മ സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ രാജുവേട്ടൻ്റെ നിസാം ബഷീർ സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. സിനിമ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. സിനിമ 2025 ആദ്യ വാരമായിരിക്കും ജനുവരി മാസം സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിലവിൽ ഇതുവരെയാണ് സിനിമയുടെ അപ്ഡേറ്റ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കാത്തിരിക്കും നമുക്ക് ജനുവരി മാസം സിനിമേൻ്റെ കൂടുതൽ സിനിമ അപ്ഡേറ്റിനായിട്ട്. വനകൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് നമ്മുടെ അരുൺ വിജയൻ്റെ. സിനിമയുടെ റിലീസ് തീയതിയെ കുറിച്ച് അപ്ഡേറ്റ് വന്നിരിക്കുക. 2025 പൊങ്കലിനാണ് സിനിമ റിലീസ് വരുന്നത്. മിസ്കിനൊക്കെയാണ് സിനിമ മറ്റ് കാസ്റ്റായിട്ട് കാണാൻ സാധിക്കുന്നത്. GV പ്രകാശാണ് സിനിമയുടെ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. ബാലയാണ് സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അരുൺ വിജയുടെ പിറന്നാൾ ദിനത്തിന്റെ അന്നാണ് സിനിമയുടെ ഭാഗത്ത് പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ജയം രവിന്റെ വരാൻ പോകുന്ന സിനിമയാണ് ജയം രവിന്റെ 34ാമത്തെ സിനിമ. സിനിമയുടെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ലിയോ സിനിമയിലെ റൈറ്ററായ രത്നകുമാർ സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ജയം രവി നായകനാകുന്ന JR34 എന്ന സിനിമയിലെ ഹാരിസ് ജയരാജാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. ഗണേഷ് K ബാബു ആണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. ഡാഡ എന്ന് പറഞ്ഞ കെവിൻ സിനിമയുടെ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. നമ്മുടെ അരുൺ വിജയന്റെ പിറന്നാൾ ദിനത്തിന് അന്ന് വേറൊരു സിനിമയും അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. റട്ടതല എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്തും പുതിയൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒരു സ്റ്റൈലിഷ് ലുക്കിൽ. സാം മെസ്സി ആണ് സിനിമ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ തിരുകുമാരനാണ്. സിനിമ റിലീസ് ചെയ്ത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. എന്തായാലും ഡിസംബർ മാസം അല്ലെങ്കിൽ ജനുവരി ആദ്യവാരം എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ജയം രവി, നിത്യാമേനൻ എന്നിവരൊക്കെ അഭിനയിക്കുന്ന പുതിയൊരു സിനിമയുടെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ ഭാഗത്ത് പുതിയൊരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട്. സിനിമയുടെ ഭാഗത്ത് ഒരു തിയേറ്റർ റിലീസ് ഡേറ്റ് ആണ് ഇനി വരേണ്ടത്. സിനിമ ടീമിന്റെ ഭാഗത്ത് AR റഹ്മാനാണ് സിനിമ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. നമ്മുടെ കാലൈ എന്ന് പറഞ്ഞ സിനിമ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. സിനിമ ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ കാതലേക്ക് നേരമില്ല എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റി പേര് തന്നെയാണ് നമ്മുടെ ജയം രവി നിത്യാമേനൻ സിനിമയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ റിലീസ് തീയതിക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ ഭാഗത്ത് നിന്നാണ്. നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ ഡയറക്ടറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്ക് ആൻ്റണി സിനിമയുടെ ഡയറക്ടറാണ്. അതുകൊണ്ട് നല്ല എക്സ്പെക്ടേഷനാണ് നമ്മുടെ അജിത് അണ്ണൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന്. സിനിമയിൽ ഇപ്പോൾ യോഗി ബാബു ജോയിൻ ചെയ്തിരിക്കുകയാണ് കാസ്റ്റിൻ്റെ ഭാഗമായിട്ട്. അജിത് കുമാർ യോഗി ബാബു കോംബോ നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയിൽ. DSP അണ്ണനാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. അതിക് രവിചന്ദ്രനാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. പടത്തിന്റെ റിലീസ് അടുത്ത വർഷം പൊങ്കലാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ ഷൂട്ടൊക്കെ ഈ വരുന്ന ഡിസംബർ മാസം 2ാമത്തെ ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും അതിന്റെ സൈഡിലായിട്ട് നടക്കുമെന്നാണ് കാണുന്നത്. കാത്തിരിക്കും നമുക്ക്. അയാം കാതൽ എന്ന് പറഞ്ഞ നമ്മുടെ നെസ്ലൻ അതുപോലെ തന്നെ നമ്മുടെ AD ഗിരീഷ് കോംബോയി വന്ന സിനിമ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്നാൽ പോലും പടത്തിന്റെ OTT അപ്ഡേറ്റും ഇതേ സമയത്ത് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ OTT അവകാശം നമ്മുടെ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സാറ്റലൈറ്റ് അവകാശം നമ്മുടെ മഴവിൽ മനോരമയാണ്. എന്തായാലും സിനിമയുടെ OTT ഡിസംബർ മാസം 6-ാം തീയതിക്ക് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഒഫീഷ്യൽ പോസ്റ്റർ എന്തായാലും ഉടൻ വരുന്നതായിരിക്കും സിനിമ റിലീസ് ചെയ്ത് ഉൾപ്പെടല്ല. അതുപോലെ തന്നെ നമ്മുടെ പണി എന്ന സിനിമ ഇന്ന് തമിഴ്നാട്ടിൽ റിലീസിന് വന്നിരിക്കുകയാണ് നവംബർ മാസം 22-ാം തീയതി. സിനിമയുടെ OTT റിലീസ് ഡിസംബർ മാസം ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമയുടെ OTT അവകാശം മേടിച്ചിരിക്കുന്നത് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. ഡിസംബർ 6-ാം തീയതിയാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതുവരെയായിട്ട് നിലവിൽ പുതിയ പോസ്റ്റർ കൺഫേം ചെയ്തിട്ടില്ല, റിലീസ് ചെയ്ത് ഉൾപ്പെടല്ല. സിനിമ തമിഴിൽ തിയേറ്റർ റിലീസിന് ശേഷമുള്ള ടെലിവിഷൻ പ്രീമിയർ ചെയ്യാൻ പോകുന്നത് സ്റ്റാർ വിജയ് എന്ന് പറഞ്ഞ ചാനലിലായിരിക്കും. അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഏഷ്യനെറ്റിലായിരിക്കും.
ദുൽഖർ സൽമാൻ പൂജ ഹെജ് സിനിമയെ കുറിച്ച് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് അനുസരിച്ച് പൂജ ഹെജ് ആയിരിക്കും ദുൽഖർ സൽമാൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമയിൽ നായികയായിട്ട് വരാൻ പോകുന്നത്. ഒരു ഡെബ്യൂട്ട് ഡയറക്ടറായിരിക്കും ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. സിനിമേൻ്റെ ഷൂട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത വർഷമായിരിക്കും, ന്യൂ ഇയറിനായിരിക്കും സിനിമേൻ്റെ ഷൂട്ടിനെ കുറിച്ചിട്ട് അപ്ഡേറ്റ് ലഭിക്കുക. ഇതും ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. SLV സിനിമാസ് ആയിരിക്കും ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ കാസ്റ്റ് സിനിമയിൽ ഉണ്ടാവുമെന്നും കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയുടെ ഭാഗമാവാനായിട്ട്. കാത്തിരിക്കും നമുക്ക് ദുൽഖർ സൽമാൻ പൂജ ഹെജ് സിനിമയ്ക്കായിട്ട് അടുത്ത വർഷം ന്യൂ ഇയറിന്. സൂര്യ അണ്ണൻ്റെ വരാൻ പോകുന്ന വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, 600 കോടി സിനിമയാണ് കർണ എന്ന് പറഞ്ഞ സിനിമ. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്, അതുപോലെ തന്നെ മിത്തോളജിക്കൽ സിനിമയും കൂടിയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ സമയം വേണമെന്നാണ് ഇപ്പോൾ സിനിമ ഡയറക്ടർ പറയുന്നത്. രാകേഷ് ഓം പ്രകാശ് പറയുന്ന നിലവിൽ സിനിമ ഒരു 600 കോടി സിനിമയാണല്ലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സമയം വേണം അദ്ദേഹത്തിന് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും ലേറ്റ് ആവും സിനിമയുടെ ഷൂട്ട് തുടങ്ങാനായിട്ട്. എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് 600 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ഇപ്രാവശ്യം എത്ര കോടി എടുക്കുമെന്ന് ബോക്സ് ഓഫീസിൽ, തമിഴ്നാട് ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പ സിനിമയുടെ 2ാം ഭാഗത്തിൻ്റെയാണ്. സുകുമാർ സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത് നമ്മുടെ ഫഹദ് ഫാസിൽ, അതുപോലെ തന്നെ രശ്മിക മന്ദാന എന്നിവരൊക്കെയാണ് കാസ്റ്റ് കാണാൻ സാധിക്കുന്നത്. DSP എന്ന ഗാനങ്ങൾ തയ്യാറാക്കാൻ സുകുമാറാണ് സിനിമ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 5-നാണ് സിനിമ തിയേറ്റർ റിലീസിന് തന്നെ വരുന്നത്. സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഫഹദിൻ്റെ ഡബ്ബിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സിനിമേൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന. അതുപോലെ തന്നെ സിനിമേൻ്റെ ടീം കൊച്ചിയിലോട്ട് വരുന്നുണ്ട് ഈ വരുന്ന 27-ാം തീയതി. അതുപോലെ തന്നെ സിനിമേൻ്റെ ഫാൻ ഷോസിൻ്റെ ചാർട്ടും പുറത്തുവിട്ടിരിക്കുകയാണ് പുഷ്പ സിനിമയുടെ ടീം. സിനിമേൻ്റെ പുതിയ ഐറ്റം സോങ് പുറത്തിറങ്ങാൻ പോകുന്നത് നവംബർ മാസം 24-ാം തീയതിയാണ്, 7/2 രാത്രി. കിസ്ക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സോങ്ങിന്. എന്തായാലും DSP ഇപ്രാവശ്യം എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സോങ്ങിൽ കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക്. എന്തായാലും ഊണ്ടമാവ എന്ന സോങ്ങിൻ്റെ ഒരു ഹരം എന്തായാലും ഈ ഒരു സിനിമേൻ്റെ ഈ ഒരു സോങ് തകർക്കാൻ സാധിക്കുമെന്ന് കൺഫേം ചെയ്യപ്പെടുത്തുക. നമ്മുടെ മമ്മൂക്കേൻ്റെ വമ്പൻ സിനിമയാണ് വെള്ളിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമ. പണ്ട് കാലത്ത് പടം പിന്നെയും റിലീസ് ചെയ്യാൻ പോവുകയാണ് 4K ക്വാളിറ്റിയിൽ. ട്രെയിലറൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ്. പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ട്രെയിനിൻ്റെ അവിടെയായിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വരുന്ന നവംബർ 29-നാണ് തിയേറ്റർ റിലീസ് വരുന്നത്. ആഷിഖ് അബുവിൻ്റെ ഒരു വമ്പൻ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ടീം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് വമ്പൻ കാസ്റ്റാണ് കാണാൻ സാധിക്കുന്നത്. അനുരാഗ് കശ്യപ്, അതുപോലെ തന്നെ വിജയ് രാഘവൻ, അത്യാവശ്യം നല്ല കാസ്റ്റാണ് കാണാൻ സാധിക്കുന്നത് റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന്. ഡിസംബർ 19-ാം തീയതിയാണ് സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത്. ലാലേട്ടൻ ജിത്തു മാധവൻ കോംബോ വരികയാണ്. സിനിമേൻ്റെ അപ്ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ ഒഫീഷ്യലായിട്ട് ബറോ സിനിമയ്ക്ക് ശേഷമായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും സിനിമേൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് ആദ്യ വാരം മുതൽ കേൾക്കാൻ സാധിക്കും. ഹാപ്പി ന്യൂ ഇയറിൻ്റെ അന്നായിട്ട് ഒരു ഒഫീഷ്യൽ പോസ്റ്ററിലായിട്ട് ഒരു ചോട്ട മുംബൈ സിനിമയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ജിത്തു മാധവൻ ലാലേട്ടൻ സിനിമയിലൂടെ. ആശീർവാദ് സിനിമാസ് ആയിരിക്കും സിനിമയിൽ നിർമ്മിക്കാൻ പോകുന്നത്. നമ്മുടെ തരുൺ മൂർത്തി ഡയറക്ഷനിൽ വരുന്ന തുടരും സിനിമയുടെ ഭാഗത്ത് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമ ഡബ്ബിംഗ് വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. സിനിമ അടുത്ത വർഷമാണ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ആദ്യവാരം 2025 തരുൺ മൂർത്തിൻ്റെ ഡയറക്ഷനിൽ തുടരും സിനിമ. കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു ഫീൽ ഗുഡ് സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് മഹേഷ് അണ്ണൻ മെഗാസ്റ്റാർ ലാലേട്ടൻ സിനിമ അപ്ഡേറ്റ് ആണ്. മെഗാസ്റ്റാറിൻ്റെ 429-ാമത്തെ സിനിമയാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. മെഗാസ്റ്റാർ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് നമ്മുടെ ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയാണ്. വലിയൊരു ബഡ്ജറ്റ് തന്നെയായിരിക്കും സിനിമയിൽ വരാൻ പോകുന്നത്. പടത്തിൻ്റെ പൂജ നടന്നിരിക്കുകയാണ്, ഷൂട്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സിനിമയിലെ ടീമിലോട്ട് നമ്മുടെ ലാലേട്ടൻ, അതുപോലെ തന്നെ മെഗാസ്റ്റാർ, ഫഹദ് ഫാസിലൊക്കെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത കാസ്റ്റ്. എന്നാലും കുറച്ച് എടുത്ത പേരുകൾ അറിയാം നമുക്ക്. കുഞ്ചാക്ക ബോബൻ, ഫഹദ് ഫാസിൽ, ലാലേട്ടൻ, മെഗാസ്റ്റാർ, നയൻതാര, അതുപോലെ തന്നെ നമ്മുടെ സൗബിൻ, അതുപോലെ തന്നെ നമ്മുടെ ദർശന രാജേന്ദ്രൻ, അതുപോലെ തന്നെ രഞ്ജി പണിക്കർ, അങ്ങനെ വലിയ വലിയ കാസ്റ്റാണ് ഇനിയും പറയാനുണ്ട്. ഓൾമോസ്റ്റ് 150 ദിവസത്തെ ഷൂട്ടാണ് ടീം പ്ലാൻ ചെയ്തിരിക്കുന്നത് നിലവിൽ. അതുപോലെ തന്നെ ലൊക്കേഷൻസ് നോക്കുകയാണെങ്കിൽ തായ്ലൻഡ് വരുന്നുണ്ട്, വൈസാഗ് വരുന്നുണ്ട്, ശ്രീലങ്ക, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചിൻ, ഇങ്ങനെ കുറേ സ്ഥലങ്ങളാണ് സിനിമയുടെ ടീം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻസ്. റിപ്പോർട്ട് അനുസരിച്ച് സിനിമേൻ്റെ സ്റ്റോറിനെ കുറിച്ചും ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. മഹേഷ് അണ്ണൻ സിനിമയിൽ ഒരു ടഫായൊരു ബിഗ് ബഡ്ജറ്റ് സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോളിവുഡിലെ തന്നെ. അതൊരു മൾട്ടി സ്റ്റാർ സിനിമയിലൂടെ. സിനിമേൻ്റെ മമ്മൂട്ടി ചെയ്യാൻ പോകുന്ന റോള്, അതുപോലെ തന്നെ ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്ലീൻ ഷേവ് ലുക്കിലായിരിക്കും വരാൻ പോകുന്നത്. ഒരു DAGD സീനും കൂടിയും ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്നുണ്ട് ആ ലൊക്കേഷൻസിൽ. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക താടി വെച്ചിട്ടുള്ള വേഷം എന്തായാലും സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂളിലായിരിക്കും വരാൻ പോകുന്നത്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ലാലേട്ടൻ ഒന്നിക്കുന്ന സീൻസ് വരാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഫ്ലാഷ് ബാക്ക് സീക്വൻസിലാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് നിലവിൽ. അതുപോലെ തന്നെ ആ ഒരു സീക്വൻസിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 25-30 ദിവസം ഷൂട്ടും വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കാം, ലാലേട്ടൻ മെഗാസ്റ്റാർ ഒന്നിക്കുന്ന സീന് ഓൾമോസ്റ്റ് ഫ്ലാഷ് ബാക്കിലായിരിക്കും. എന്തായാലും സിനിമയുടെ ലണ്ടൻ ലൊക്കേഷൻസും ഇനിയും വരാനുണ്ട് ലൊക്കേഷൻസിൻ്റെ കാര്യമായിട്ട്. അതുപോലെ തന്നെ സിനിമേൻ്റെ ഒരു ഐറ്റം സോങ് പോലെ ഒരു സോങ് പ്ലേ ചെയ്യാനായിട്ട് സിനിമയിൽ സമന്ത വരുമെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറേ അപ്ഡേറ്റ് ആണ് സിനിമേൻ്റെ ഭാഗത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഈ സിനിമേൻ്റെ ഭാഗത്ത് ഡെയിലി അപ്ഡേറ്റ് കേൾക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഈ വമ്പൻ പ്രൊജക്റ്റിനായിട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്.
നമ്മുടെ പ്രൊഡക്ഷൻ നമ്പർ 7, നമ്മുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് നമ്മുടെ പ്രൊഡക്ഷൻ നമ്പർ 7. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനായകൻ മെഗാസ്റ്റാർ അഭിനയിച്ച ഈ സിനിമയുടെ ഷൂട്ട് പെട്ടെന്നാണ് കഴിഞ്ഞത്, അത് എനിക്ക് എടുത്തു പറയണം. ഇതിൽ കാത്തിരിക്കുന്ന നമുക്ക് മെഗാസ്റ്റാറിന്റെ പ്രൊഡക്ഷൻ നമ്പർ 7 എന്ന സിനിമയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ വിടുതലൈ സിനിമയുടെ 2ാം ഭാഗത്തിൻ്റെയാണ്. സിനിമയുടെ ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ച് നവംബർ മാസം 26-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. വിജയ് സേതുപതി, സുരൈ, അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ, കിഷോർ ചെറ്റൻ, അതുപോലെ തന്നെ ബാലഹാസൻ എന്നിവരൊക്കെയാണ് കാസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ഇളയരാജയാണ് ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. വെട്രിമാരനാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. ഡിസംബർ മാസം 20-നാണ് സിനിമ വേൾഡ് വൈഡ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ശങ്കറിന്റെ വമ്പൻ കംബാക്ക് ആവശ്യമാണ്. അത് വെച്ചിട്ട് പിന്നെയും ശങ്കറിന്റെ അതേ ശൈലി കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹം ഗോ ബാക്ക് തന്നെയാണ് നല്ലത്. 50 ദിവസത്തെ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് രാം ചരൺ, അതുപോലെ തന്നെ SJ സൂര്യ കോമ്പോയിൽ വരുന്ന ഗെയിം ചേഞ്ചർ സിനിമേന്റെ. തമിഴാണ് ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ ശങ്കറാണ്. ഇന്ത്യൻ 2 അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമ ഓർമ്മിപ്പിക്കല് പൊന്നെ. ജാനുവരി മാസം 10-ാം തീയതി 2025-ആണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അറ്റ്ലിയാണ് ഡയറക്ഷനിൽ വന്ന വമ്പൻ സിനിമയാണ് തെറി എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ റീമേക്ക് വേർഷനാണ് ബേബി ജോൺ എന്ന് പറഞ്ഞ സിനിമ. വരുൺ ധവനാണ് സിനിമയിൽ ഇപ്രാവശ്യം തലപതിന്റെ പകരം വേഷം ചെയ്യാൻ പോകുന്നത്. കീർത്തി സുരേഷ് കാസ്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വില്ലനായിട്ട് ജാക്കി ഷെർഫാണ് കാണാൻ സാധിക്കുന്നത്. തമനാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. സത്യം പറയല, സിനിമയുടെ ടീസർ കണ്ടു മൊത്തത്തിൽ നശിപ്പിക്കുന്നതാണ് തോന്നുന്നത്. കലീസായിരിക്കും ഡയറക്ഷൻ ചെയ്യാൻ പോകും. ഡിസംബർ മാസം 25-ന് ഈ വർഷമാണ് സിനിമ തിയേറ്റർ റിലീസിൽ പോകുന്നത്. സിനിമയുടെ ഭാഗത്ത് ഫസ്റ്റ് സിംഗിൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് കൃത്യം വൈകുന്നേരം 5 മണിയോടെ. നമ്മുടെ സ്വർഗ്ഗവാസിൽ നമ്മുടെ RJ ബാലാജി കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്ന സിനിമയാണ് സ്വർഗ്ഗവാസില്. ഷർഫുദ്ദീൻ സിനിമയിൽ മലയാളത്തിൽ നിന്ന് വൻ കാസ്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മ്യൂസിക് നമ്മുടെ ക്രിസ്റ്റോ സേവിയറാണ്. പ്രമേയമാണ് അദ്ദേഹത്തിന് ലാസ്റ്റ് വന്ന ഒരു സിനിമ, അല്ല സൂക്ഷ്മദർശിനി. ഡയറക്ഷൻ നമ്മുടെ സിദ്ധാർത്ഥ് വസന്താണ്, ഡെബ്യൂ ഡയറക്ടറാണ്. നവംബർ മാസം 29-ാം തീയതിയാണ് സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കുന്ന നമുക്ക് സ്വർഗ്ഗവാസിൽ എന്ന് പറഞ്ഞ RJ ബാലാജി സിനിമയ്ക്കായിട്ട്. ശിവകാർത്തികേയൻ്റെ 25-ാം സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ് അടുത്തത്. സിനിമേൻ്റെ ഷൂട്ട് അല്ലെങ്കിൽ പൂജയെ കുറിച്ച് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. പൂജ നടന്നു കഴിഞ്ഞു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. 3 ആഴ്ച മുമ്പ് വളരെ സൈലൻ്റ് ആയിട്ടാണ് നടന്നത്. ആ ഒരു പൂജയിൽ നമ്മുടെ ജയം രവി, അതുപോലെ തന്നെ നമ്മുടെ ശിവകാർത്തികേയനൊക്കെ ജോയിൻ ആയെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത വർഷം 2025 ആദ്യ വാരമാണ് സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ കാസ്റ്റായിട്ട് ശ്രീലീല, അതുപോലെ തന്നെ അഥർവ, ജയം രവിയൊക്കെ ഉണ്ടാവുമെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശിവകാർത്തികേയൻ്റെ വില്ലനായിട്ട് സിനിമയിൽ സുധാ കൊങ്കർ നമ്മുടെ വിശാലിനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതെവിടെ പോകുമെന്ന് കാത്തിരിക്കണേ ചെയ്യാം നമുക്ക്. പടത്തിലെ വിശാലൊക്കെ വില്ലനായിട്ട് വരികയാണ് നമ്മുടെ ശിവകാർത്തികേയൻ്റെ സിനിമയിൽ. മാർക്കോ സിനിമേൻ്റെ ഭാഗമായിട്ട് പുതിയ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യലായ സോണി മ്യൂസിക് സൗത്ത് യൂട്യൂബ് ചാനലാണ് പുറത്തു വന്നിരിക്കുന്നത്. നിരാശ കാരണം വേറൊന്നുമല്ല, നമ്മുടെ സോണി മ്യൂസിക്കിൽ നിന്ന് ഈ ഒരു വീഡിയോ റിമൂവ് ചെയ്തു. ആ ഒരു മണിക്കൂർ വേറൊന്നുമല്ല, നമ്മുടെ യൂട്യൂബിൻ്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് റിമൂവ് ചെയ്തു. കുറേ ബ്ലഡ് സീക്വൻസ് വരുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ റീ അപ്ലോഡ് ചെയ്തു, അതിലും ബ്ലഡ് സീക്വൻസ് വരുന്നുണ്ട്. എന്താ കാണിച്ചത് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും ഇപ്രാവശ്യം അത് യൂട്യൂബിൽ നിൽക്കുന്നുണ്ട്. കറൻ്റ്ലി അത് റിമൂവ് ആയിട്ടില്ല. എന്തായാലും ലിറിക്കൽ വീഡിയോ ഗാനം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല BGM, നല്ല ആനിമേഷൻ, നല്ല എഡിറ്റിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചില സ്പെസിഫിക് ആയ പോർഷൻസ് കാണിക്കുന്നുണ്ട്. ടൈറ്റിൽ കാർഡ് കാണിക്കുന്നതും ആ ഒരു കാറ് പോകുന്നതും ഉണ്ണിമുഖത്തിൻ്റെ ആ ഒരു സീൻ കാണിക്കുന്നതൊക്കെ സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. എഡിറ്ററിന് എന്തായാലും കൈയടിച്ച് പാസ്സാക്കണം. സിനിമയിലെ സോങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന വോക്കൽസ് ആണെങ്കിലും ലിറിക്സ് ആണെങ്കിലും എനിക്ക് കുറച്ച് ആവറേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ലിറിക്സ് ഇവർക്ക് കുറച്ചും കൂടി മികച്ചതാക്കാമായിരുന്നു. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ പാൻ ഇന്ത്യൻ ലാംഗ്വേജസ് ആയ തമിഴ്, ഹിന്ദി, തെലുങ്ക് ഒക്കെ മിക്സപ്പ് ചെയ്തിട്ട് ഒരു കിടിലൻ ഐറ്റം പുറത്തിറക്കാമായിരുന്നു. വേണമെങ്കിൽ നമ്മുടെ KGF സിനിമയിലെ മോൺസ്റ്റർ സോങ് പുറത്തിറങ്ങിയ പോലെ അതിനുള്ള ഒരു ഐറ്റം ഉണ്ട് ഈ ഒരു സിനിമ. ഹൈപ്പ് അനുസരിച്ചാണെങ്കിലും സിനിമേൻ്റെ മ്യൂസിക് കമ്പോസ് രവി ബസൂറാണ്. അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവർ ഡബ്ജി അണ്ണനെ കൊണ്ടും അതുപോലെ നുണക്കുഴി സിനിമേൻ്റെ ലിറിക്സ് എഴുതിയ അദ്ദേഹത്തിനെ കൊണ്ടൊക്കെ ലിറിക്സ് എഴുതിപ്പിച്ച് ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് പലയിടത്തും സിംഗിങ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമാണെന്ന് അറിയത്തില്ല. എന്തായാലും കേട്ട് നമുക്കത് ശീലമാവുമായിരിക്കും. സിനിമ തിയേറ്ററിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു മാസ് സോങ് ഉണ്ടെങ്കിൽ എന്തായാലും പലയിടത്തും അവർ യൂസ് ചെയ്യും. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. അടുത്ത അപ്ഡേറ്റ് വിടാമുയർച്ചി എന്ന് പറയുന്ന സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത് ഇനി ഫൈനൽ ഷൂട്ട് ഡിസംബർ 11-ാം തീയതിയാണ്. അജിത്ത്, തൃഷ, അർജുൻ എന്നിവരൊക്കെ ഈ ഒരു സിനിമേൻ്റെ ഷൂട്ടിലുണ്ടാവും. സിനിമേൻ്റെ റിലീസ് പ്ലാൻ ചെയ്യുന്ന അടുത്ത വർഷം മെയ് ആണ്. കാത്തിരിക്കാൻ നമുക്ക് വിടാമുയർച്ചി സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ തൃഷ, അതുപോലെ തന്നെ നമ്മുടെ ടൊവിനോ തോമസ് അഭിനയിച്ച സിനിമേൻ്റെയാണ്. സിനിമയുടെ ടീം റിലീസ് പ്ലാൻ ചെയ്യുന്നത് ക്രിസ്മസിന് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. കുറേ സിനിമകൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ജാനുവരി മാസം 2-ാം തീയതി 2025-ആണ് ഇപ്പോൾ റിലീസ് അവർ പ്ലാൻ ചെയ്യുന്നത് സിനിമേൻ്റെ ടീം.
അനസ് ഖാൻ അതുപോലെ തന്നെ അഖിൽ പൗളൊക്കെയാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. സിനിമ നിർമ്മിക്കുന്നത് നമ്മുടെ രംഗം ഫിലിംസ് അതുപോലെ തന്നെ സെഞ്ചുറി ഫിലിംസ് ആണ്. അത്രയും നമുക്ക് സിനിമേന്റെ റിലീസിനായിട്ട് സിനിമ കേരളത്തിന് റിലീസിന് കൊണ്ടുവരുന്ന നമ്മുടെ ഗോകുലം മൂവീസ് ആയിരിക്കും. അടുത്ത അപ്ഡേറ്റ് എമ്പുരാൻ സിനിമേന്റെയാണ്. ലാലേട്ടൻ പൃഥ്വിരാജ് ഡയറക്ഷനിൽ വരുന്ന സിനിമ. ആ സിനിമേന്റെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മുംബൈയിൽ നിന്ന്. ഇനിയുള്ള ഷൂട്ട് പാലക്കാട് കൊച്ചിയിലേക്ക് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ലാലേട്ടനായിരിക്കും ഇനി ശ്രീലങ്കയിൽ നിന്ന് വരേണ്ടത് സിനിമയുടെ ഡബ്ബിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ എമ്പുരാൻ സിനിമേന്റെ 5 ദിവസത്തെ ഡബ്ബിംഗ് വർക്ക് ഉണ്ട് ലാലേട്ടൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പടത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് കഴിയാൻ പോകുന്നത് ഡിസംബർ മാസം 2-ാം തീയതി ആയിരിക്കും. കാത്തിരിക്കാൻ നമുക്ക് ഡിസംബർ 2-ാം തീയതി സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ട് അവസാനിക്കുന്നതിനായിട്ട്. അടുത്ത ഫൈനൽ അപ്ഡേറ്റ് ആണ്. നമ്മുടെ അറ്റ്ലിയൻ ഡയറക്ഷനിൽ വരാൻ പോകുന്ന സൽമാൻ ഭായ് സിനിമയാണ്. അല്ലെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. നിലവിലെ സിനിമയൊരു ഡുവൽ ഹീറോ സിനിമ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡുവൽ ഹീറോ സബ്ജക്റ്റ് ആയിട്ട് കമൽഹാസൻ അതുപോലെ രജനികാന്ത് ഒക്കെ സിനിമയിൽ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡുവൽ ഹീറോ സിനിമ ആയതുകൊണ്ട് കൂടുതൽ ചാൻസ് കാണുന്നുണ്ട്. പടം നമ്മുടെ ഫാന്റസി എന്റർടൈനർ കോൺസെപ്റ്റ് ആണ് ഒരു പ്ലാൻ ചെയ്യുന്നത്. ബോത്ത് പാസ്റ്റും ഉണ്ടാവും പ്രസന്റും ഉണ്ടാവും. ഷൂട്ട് ആരംഭിക്കാൻ പോകുന്ന അടുത്ത വർഷം 2025 ആയിരിക്കും. സൺ പിക്ചേഴ്സ് ആയിരിക്കും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് സൽമാൻ ഭായ്, കമൽഹാസൻ, രജനികാന്ത് സിനിമയ്ക്കായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.